ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിനും ഇരട്ട വോട്ട്. പത്തനാപുരത്തും കൊട്ടാരക്കരയിലും മന്ത്രിക്ക് ഇരട്ട വോട്ട് ഉള്ളതായി രേഖകൾ വെളിപ്പെടുത്തുന്നു. വർഷങ്ങളായി തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ മരുമക്കൾക്കും കൊട്ടാരക്കരയിൽ വോട്ടുണ്ട്. ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി എം മനോജ് ചേരുന്നു. മനോജ്, ഇരട്ട വോട്ട് എന്നുള്ള ആക്ഷേപം അത് തുടക്കം കുറിച്ചത് കോൺഗ്രസ് ആണ്, പക്ഷേ UDF ആണ്. പക്ഷേ ഇപ്പോൾ അവർക്ക് തിരിച്ചടിയാകുന്നു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഭരണപക്ഷത്തെ ഒരു മന്ത്രിക്കടക്കം 2 മണ്ഡലങ്ങളിൽ വോട്ടുണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. കെ.ബി. ഗണേഷ് കുമാറിന് പത്തനാപുരത്തും കൊട്ടാരക്കരയിലും വോട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. കൂടുതൽ വിവരങ്ങൾ മനോജ്. തീർച്ചയായും ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഈ കരട് ലിസ്റ്റിലടക്കം ഈ 2 സ്ഥലങ്ങളിൽ കെ.ബി. ഗണേഷ് കുമാറിന് വോട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊട്ടാരക്കരയിലും അതോടൊപ്പം തന്നെ പത്തനാപുരത്തുമാണ് വോട്ടുള്ളത്. ഈ കൊട്ടാരക്കരയിൽ തന്നെ ബാലകൃഷ്ണപിള്ളയുടെ വീട്ടിൽ ആ കിഴൂട്ട് വീട് എന്നുള്ള അഡ്രസ്സിലാണ് ഈ കെ.ബി. ഗണേഷ് കുമാറിനും അതോടൊപ്പം തന്നെ ബന്ധുക്കൾക്കും വോട്ടുള്ളത്. അതേസമയം തന്നെ ഈ പത്തനാപുരത്തേക്ക് എത്തുമ്പോൾ പത്തനാപുരത്തും കൃഷ്ണ എന്ന വീട്ടുപേരിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ ഇരട്ട വോട്ട് ഒക്കെ തന്നെ ചർച്ചയായി നിൽക്കുമ്പോൾ പ്രധാനമായും ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതായത് മന്ത്രിക്ക് പോലും ഈ വോട്ട് ഇത്തരത്തിൽ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഫൈനൽ ലിസ്റ്റ് വരേണ്ടതുണ്ട്. ഈ വോട്ടുകളൊക്കെ തന്നെ, അതായത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പഴയ സ്ഥലത്തുള്ള വോട്ട് അവിടെ നിന്നും മാറ്റേണ്ടതുണ്ട്. എന്നാൽ അത് കൃത്യമായി മന്ത്രി ചെയ്തിട്ടുള്ളോ എന്നതിലാണ് ഇനി വിശദീകരണം വരേണ്ടത്. മന്ത്രി അത്തരത്തിൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഫൈനൽ ലിസ്റ്റ് വരുമ്പോഴേക്കും ഒരിടത്തായിരിക്കും വോട്ടുണ്ടാകുക. എന്തായാലും നിലവിൽ ഇപ്പോൾ 2 ഇടത്താണ് കെ.ബി. ഗണേഷ് കുമാറിന് വോട്ടുള്ളത്. ഈ വോട്ട് പിന്നീടാണ് ഈ പത്തനാപുരത്തെ വോട്ട് ചേർത്തിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 വീട്ടുപേരിലുള്ള ഈ വോട്ട് അത് പ്രധാനമായും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുന്നതാണ്. കാരണം സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളും ഇതിൽ ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരാറുണ്ട്. എങ്കിലും പലതരത്തിൽ ഇരട്ട വോട്ട് എന്നുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നു നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മന്ത്രിക്കടക്കം ഇത്തരത്തിലുള്ള വോട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് കൃത്യമായും രേഖകളിലൂടെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് മാറ്റേണ്ട സമയമുണ്ടായിരുന്നു. ഇനി എത്തരത്തിലാണ് അത് മാറ്റുക എന്നുള്ളതിനെക്കുറിച്ചും കൃത്യമായും ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കെ.ബി. ഗണേഷ് കുമാറിന് അറിയാവുന്നതാണ്. അത്തരത്തിൽ അത് മാറ്റുവാനുള്ള നടപടിക്രമങ്ങളിലേക്ക് അദ്ദേഹം കടന്നിട്ടോ ഉണ്ടോ എന്നുള്ളതിനെ പറ്റി അദ്ദേഹം വിശദീകരണം നൽകേണ്ടതുണ്ട്. എന്തായാലും നിലവിൽ ഇനി പുതുക്കിയ ലിസ്റ്റ് വരുമ്പോൾ അതിൽ ഈ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പേര് 2 അഡ്രസ്സിലും ഉണ്ടോ എന്നുള്ളതും പ്രധാനപ്പെട്ട ഘടകമാണ്. മറ്റൊന്നുള്ളത്, തിരുവനന്തപുരത്ത് വർഷങ്ങളായി താമസിക്കുന്ന മരുമക്കൾക്കടക്കം കൊട്ടാരക്കരയിൽ ആർ ബാലകൃഷ്ണപിള്ളയുടെ മരുമക്കൾക്കടക്കം കൊട്ടാരക്കരയിൽ വോട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കേവലം കെ.ബി. ഗണേഷ് കുമാറിന് മാത്രമല്ല, ഈ സംസ്ഥാനത്തെ തന്നെ മറ്റു പല നേതാക്കളുടെയും പേരുകൾ ഇത്തരത്തിൽ തന്നെയാണ് 2 മണ്ഡലങ്ങളിലായി വോട്ടുകൾ കിടക്കുന്നു. അതോടൊപ്പം തന്നെ 2 വീടുകൾ ഇവരുടെ പേരിലുണ്ടായിരിക്കുന്നു. കുടുംബ വീട്ടിലും ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലും ഈ വോട്ടുകൾ ഉണ്ടായിരിക്കും. ഇതെല്ലാം തന്നെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി അത് മാറ്റേണ്ട ഉത്തരവാദിത്തം ഒരു സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ഒരു മന്ത്രി എന്നുള്ള നിലയിൽ കെ.ബി. ഗണേഷ് കുമാറിനുണ്ട്. ഈ ഒരു നിലയിൽ ഇപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ അത് നമുക്ക് സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള ആ ലിസ്റ്റിലാണ് കൃത്യമായും 2 ഇടത്തും അച്ഛൻ്റെ സ്ഥാനത്ത് ആർ ബാലകൃഷ്ണപിള്ള എന്നുള്ള പേരും അതോടൊപ്പം തന്നെ ഈ അഡ്രസ്സ് 2 അഡ്രസ്സാണ് കിടക്കുന്നത്. അതോടൊപ്പം തന്നെ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പേരും വ്യക്തമായി തന്നെ ആ ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ ലിസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ, അതായത് കൊട്ടാരക്കരയിലെ അടക്കം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു കീഴൂട്ട് വീട്ടിൽ ഈ കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ കൊട്ടാരക്കരയിലെ തന്നെ വാർഡ് നമ്പർ 22ാമത് ക്രമനമ്പറിലാണ് ഗണേഷ് കുമാറിൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പത്തനാപുരത്തേക്ക് വരികയാണെങ്കിൽ 530 എന്നുള്ള ക്രമനമ്പറിലേക്കാണ് ഈ പേരുള്ളത്. എന്തായാലും കൃത്യമായും ഇതിപ്പോഴും ലഭ്യമാണ്. വായിച്ചാൽ കൃത്യമായും തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് മന്ത്രി നീങ്ങുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. എന്തായാലും സംസ്ഥാനത്തെ മന്ത്രിയുടെ പേരിൽ തന്നെ 2 വോട്ട് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുപോലെ തന്നെ നിരവധി ആളുകളുടെ പേരുകൾ ഇരട്ട വോട്ടായി തന്നെ പലയിടത്തും നേരത്തെ താമസിച്ചിടത്തും അതോടൊപ്പം തന്നെ ഇപ്പോൾ താമസിക്കുന്നിടത്തുമൊക്കെ വരാറുണ്ട്. എന്തായാലും ഈ ആർ ബാലകൃഷ്ണപിള്ളയുടെ ഈ കുടുംബ
ഡിപ്ലോയിഡ് ആയിട്ടുള്ള കിഴൂട്ട് വീട്ടിലാണ് ഇത്തരത്തിൽ കുടുംബാംഗങ്ങൾക്കും KB ഗണേഷ് കുമാറിനും അടക്കം വോട്ടുള്ളത്. തീർച്ചയായും സംസ്ഥാന മന്ത്രിസഭയിലെ ഒരംഗത്തിനും ഇരട്ട വോട്ട് KB ഗണേഷ് കുമാറിന്റെ പേരാണ് 2 മണ്ഡലങ്ങളിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. തെളിവ് സഹിതം വാർത്ത നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും M മനോജ്.